നമ്മുടെ എക്സാം വരുന്നത് 2025 ഏപ്രിലാണ്. നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓൺലൈൻ അഡ്മിഷൻസ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് അഡ്മിഷൻസ് വെരിഫിക്കേഷൻ ഒക്കെ ഏകദേശം ആളുകൾ 90% ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അഡ്മിഷൻസ് കഴിഞ്ഞ് അതിന്റെ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാനും മറ്റും നമ്മുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നതാണ്. അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ മോഡൽ എക്സാം ഒക്കെ ഉണ്ടാവും. ആ മോഡൽ എക്സാം എഴുതാൻ വേണ്ടി നിങ്ങളോട് നമ്മൾ പറയും. ആ ടൈമിൽ നിങ്ങൾ മോഡൽ എക്സാം കൃത്യമായിട്ട് എഴുതാം. അത് നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഗ്രൂപ്പ് വഴി അയച്ചു തരും. ഗ്രൂപ്പ് ഓപ്പൺ ആക്കി ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ട് A4 ഷീറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് എഴുതിയിട്ട് നമ്മുടെ വാട്സപ്പിലോട്ട് പേഴ്സണൽ ആയിട്ട് ഓരോ സബ്ജക്ട് വൈസ് പേജ് നമ്പർ ആയിട്ട് കൃത്യമായിട്ട് അയച്ചു തരികയാണ് വേണ്ടത്. PDF ആക്കിയിട്ട് അയച്ചു തരാണെങ്കിൽ അങ്ങനെ വളരെ ഉപകാരപ്രദമാവും. എനിവേ മോഡൽ എക്സാം ഉണ്ടോ എന്ന് നേരത്തെ ആരോ ചോദിച്ചിരുന്നു. അവർക്കും കൂടെ ഉള്ള മറുപടി ആയിട്ടാണ് ഞാൻ പറയുന്നത്. മോഡൽ എക്സാം നമ്മൾ നടത്തും. നമ്മുടെ സ്ക്രീൻ ഒന്ന് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഓക്കെ പറയണേ, ആരെങ്കിലും വോയിസ് ആയിട്ട്. ഓക്കെ. നമ്മുടെ ക്ലാസ് റൂം എല്ലാവർക്കും റെഡി തന്നെയല്ലേ? ക്ലാസ് ഓപ്പൺ ആയിട്ടില്ല എല്ലാവരും? ഇനി ആരെങ്കിലും ക്ലാസ് കിട്ടാത്തവർ ഓപ്പൺ ആവാത്തവർ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ പലതവണ നമ്മളെ ക്ലാസ് റൂമിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിന് മടി കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ഫീ പേ ചെയ്തിട്ടാണ് നമ്മളെ ക്ലാസ്സിലൊക്കെ കയറിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ എനി ടൈം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ ചോദിച്ചാൽ സാർ എന്താ വിചാരിക്കാന്ന് വിചാരിച്ചിട്ട് ആരും ചോദിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ എനി ടൈം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ക്ലാസ് റൂമിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. ഈ ടൈം ടേബിൾ രണ്ടാമത് ഒക്ടോബർ ബാച്ച് ചാപ്റ്റർ 2 കംപ്ലീറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇതാർക്കും മനസ്സിലാവാത്തതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്. നമ്മുടെ ജാനുവരി ഫെബ്രുവരി ആ മന്തിലൊക്കെ അഡ്മിഷൻസ് എടുത്ത് സെപ്റ്റംബർ ജൂൺ ജൂലൈ ആ ടൈമിലൊക്കെ നമ്മൾ അഡ്മിഷൻസ് എടുത്തിട്ട് നമ്മൾ അതിന്റെ ശേഷം ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓഗസ്റ്റ് ടു ജാനുവരി വരെ, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി, ഈ 6 മാസങ്ങളിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഫെബ്രുവരി മന്തിൽ റിവിഷനും അതുപോലെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ആണ്. ഏതെങ്കിലും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പെൻഡിങ് ഉള്ളവരുണ്ട്, അത് കംപ്ലീറ്റ് ആക്കാം. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യാം. മാർച്ച് മാസത്തിൽ നമ്മൾ മോഡൽ എക്സാം നടത്തും. ഏപ്രിലാണ് നിങ്ങളുടെ മെയിൻ എക്സാം വരുന്നത്. അതിനു മുമ്പ് മോഡൽ എക്സാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടത്തും. ഇതൊന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മന്തിൽ 3.5 3.5 ചാപ്റ്ററോളം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. സെപ്റ്റംബറിൽ ഒക്ടോബർ അങ്ങനെ എല്ലാ മാസവും 3.5 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് പോരുകയാണെങ്കിൽ ഓഗസ്റ്റ് തുടങ്ങി ജാനുവരി ആവുന്ന 6 മന്ത് ആകുമ്പോഴേക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബേസ് ഇംഗ്ലീഷ് ഇതിൽ ഉൾപ്പെടുത്തിയില്ല. ബേസ് ഇംഗ്ലീഷ് ഇതിന്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോരേണ്ടതാണ്. ഓക്കെ. ബേസ് ഇംഗ്ലീഷ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടില്ല. നിങ്ങൾ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിന്റെ കൂടെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് പോരാ. അറബി ആണെങ്കിൽ 2.5 ചാപ്റ്റർ, മലയാളം ആണെങ്കിൽ 3. ഓരോന്നോരോന്ന് ഞാൻ സെപ്പറേറ്റ് വിശദീകരിക്കുന്നില്ല. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്ത, അക്കൗണ്ടൻസി എടുത്ത, കൊമേഴ്സിലും അതുപോലെ സയൻസിലുള്ള സ്റ്റുഡൻസ്, അവിടെ അക്കൗണ്ടൻസി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നുള്ളത് നമ്മുടെ മൈ ക്യാമ്പസ് ആപ്പ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു ആപ്പ് ഉണ്ട് നമ്മുടെ അക്കാഡമിയുടെ. ആ ആപ്പ് വഴിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആപ്പ് പേയ്മെന്റ്, സെക്കൻഡ് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പേയ്മെന്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ ഗൈഡ് ബുക്സ് നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങേണ്ടതാണ്. കാരണം നമുക്ക് ഇതിലൂടെ കുറച്ച് നോട്ട്സ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ നോട്ട്സ് നിങ്ങൾക്ക് മതിയാവില്ല പഠിക്കാൻ. കൂടുതലായിട്ട് കണ്ണിനൊന്നും സ്ട്രെയിൻ ഒന്നും വരാതെ നല്ല രീതിയിൽ തന്നെ കൃത്യമായിട്ട് വായിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സെക്കൻഡ് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ഗൈഡ് ബുക്സ് ഒക്കെ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വാങ്ങണം. നമുക്ക് ഇനി 4 മാസമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ മന്തിൽ നോക്കുമ്പോൾ ആഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞു. ഇത് ഒക്ടോബർ അല്ലേ വന്നിട്ടുള്ളത്? അതെ, ഒക്ടോബർ മന്താണ്. ഇനി ഒക്ടോബർ 2 മാസം കഴിഞ്ഞ് ഇനി 4 മാസം മാത്രമാണ് നമ്മുടെ അടുക്കലുള്ളത്. ആരെങ്കിലും ക്ലാസ് തുടങ്ങാൻ വൈകിയവരുണ്ടെങ്കിൽ, തുടങ്ങാത്തവരുണ്ടെങ്കിൽ അവര് 3.5 ചാപ്റ്റർ എന്നുള്ള ഇംഗ്ലീഷിലുള്ളത് അത് കുറച്ചും കൂടെ കൂട്ടി 4.5 5.5 ഒക്കെ ആക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള 4 മാസം ജനുവരി അവസാനം ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഒരു ടൈം ഷെഡ്യൂൾ, ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ.
അതുപോലെ ഈ സെക്കൻഡ് പേയ്മെന്റ് വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടെയാണ് നിങ്ങൾക്ക് ഗൈഡ് ബുക്സ് കിട്ടുന്നത്. അതിന്റെ കൂടെ തന്നെയാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുപോലെ അക്കൗണ്ടൻസി വീഡിയോ ക്ലാസ്സുകൾ നമ്മുടെ മൈ ക്യാമ്പസ് ആപ്പ് വഴി കിട്ടുന്നത്. ഈ രണ്ടാമത്തെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങളെ കോർഡിനേറ്റർ ആരാ വെച്ചാൽ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അത് അടച്ചിട്ട് ക്ലാസ്സുകൾ തുടങ്ങുക. കാരണം ഇനി നമുക്ക് 4 മാസമുള്ള 2 മാസം കഴിഞ്ഞു പോയി. വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഠിച്ചാൽ തന്നെ മാത്രമാണ് നമ്മൾ പാസ്സാവുന്നത്. പഠിക്കാതെ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നും പാസ്സാവില്ല. അക്കൗണ്ടൻസി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്തവർ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അവർ സയൻസും കൊമേഴ്സ് ആയതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടുതൽ സമയം ചെലവഴിച്ച് പഠിക്കേണ്ടതാണ്. അപ്പൊ അത് സെക്കൻഡ് പേയ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഗൈഡ് ബുക്സ് നിങ്ങൾ വാങ്ങുക. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിന്റെയൊക്കെ ഒരു ഇൻഡെക്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആ ക്ലാസ്സുകളൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ പബ്ലിക് എക്സാം ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ചാപ്റ്റേഴ്സ് ഏത് ക്ലാസ് റൂം ആണെങ്കിലും ഇപ്പൊ ഇംഗ്ലീഷ്, സോഷ്യോളജി, ബിസിനസ്, പൊളിറ്റിക്സ് ഇതിലൊക്കെ ക്ലാസ് റൂം ഈ ആപ്പിലുള്ള ആ ക്ലാസ് റൂമുകളൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ ഇപ്പോൾ ബയോളജി ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഞാൻ ഇംഗ്ലീഷ് എടുക്കാം. ഇംഗ്ലീഷ് ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ കാണും ഫസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ടോട്ടൽ ലെസൺ 22. ഇങ്ങനെ ഫസ്റ്റ് നിങ്ങൾ ക്ലാസ് റൂം ഓപ്പൺ ആക്കുമ്പോൾ കാണുന്ന ചാപ്റ്റേഴ്സുകൾ മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ ഗൈഡ് ബുക്സിൽ ചിലപ്പോൾ ഫുൾ ചാപ്റ്റേഴ്സ് കാണാൻ പറ്റും, അല്ലെങ്കിൽ മറ്റു ഇതിലൊക്കെ ഫുൾ ചാപ്റ്റേഴ്സുകളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് അയച്ചിരുന്ന ടെക്സ്റ്റ് ബുക്കിലൊക്കെ. പക്ഷേ നിങ്ങൾ ഇതിൽ കാണുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി. 60% ചാപ്റ്റേഴ്സ്. ബാക്കി വരുന്ന 40% ചാപ്റ്റേഴ്സ് നമ്മുടെ അസൈൻമെന്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയും. ആ ടൈമിൽ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ അറിയിക്കും. ആ ടൈമിന് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യണം. അതിന് എഴുതാൻ വേണ്ടിയുള്ള ചാപ്റ്ററുകളിലോട്ട് അതിന്റെ ലിസ്റ്റിലോട്ട് ബാക്കിയുള്ള 40% ചാപ്റ്റേഴ്സിനെ മാറ്റിയിട്ടുണ്ട് NIOS. അപ്പൊ നമുക്ക് വെരി സിമ്പിൾ ആയിട്ട് 60% ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇംഗ്ലീഷിന്റെ കേസിലോട്ടൊക്കെ വരാൻ 31 ചാപ്റ്റർ ടോട്ടൽ ആയിട്ടുണ്ടായിരുന്നു. ഈ 31-ൽ നിന്ന് 40% മാറ്റിയിട്ട് 22 ചാപ്റ്റേഴ്സ് മാത്രം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കോട് കൂടെ തന്നെ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ NIOS ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ ഇതിൽ ചില രൂപങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എങ്ങനെയാന്നുള്ളത് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏത് ക്ലാസ് റൂം ആണോ നിങ്ങളുള്ളത് ആ ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഇൻഡെക്സിൽ കാണുന്ന ചാപ്റ്റേഴ്സ് പഠിക്കാം. അതിന്റെ തൊട്ട് താഴെ തന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജിയുടെ ഇൻഡെക്സ് നോക്കിയിട്ട് അതിന്റെ തൊട്ട് താഴെ ഒരു വീഡിയോ കാണാം. ആ വീഡിയോ നിങ്ങൾ കാണണം. കാരണം ഓരോ ചാപ്റ്റേഴ്സ് ഓരോ മൊഡ്യൂളിന്റെ താഴെ ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ 1-ാമത്തെ ചാപ്റ്റർ മുതൽ 5 ചാപ്റ്റർ വരെ, 2-ാമത്തെ മൊഡ്യൂളിൽ 6 മുതൽ 10 വരെ, ഇങ്ങനെ ഒരു മൊഡ്യൂൾ അനുസരിച്ചാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ചാപ്റ്റേഴ്സ്. അപ്പൊ ഈ ഓരോ മൊഡ്യൂളിനും നിശ്ചിത മാർക്ക് ഉണ്ട് എന്നുള്ളത് NIOS കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മാർക്ക് ഏതൊക്കെ മൊഡ്യൂളിന് എത്ര മാർക്കാണ് വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഈ ഇൻഡെക്സിന്റെ താഴെ എല്ലാ ക്ലാസ് റൂമിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അത് കാണുക, കൃത്യമായിട്ട് എത്ര മാർക്കിന് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ കൂടെ തന്നെ കൂടുതൽ മാർക്കുകൾ വരുന്ന കുറഞ്ഞ ചാപ്റ്റേഴ്സുകൾ ഉള്ള മൊഡ്യൂളുകൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇതില് ഈ ഫസ്റ്റിൽ കാണുന്നത് ഫസ്റ്റ് ഇൻഡെക്സിൽ മൊഡ്യൂളിൽ കാണുന്നത് ലെസൺ 3, 4, 5, 6 ഇങ്ങനെ 4 ചാപ്റ്റർ ആണ് അതിലുള്ളത്. സെക്കൻഡിലോ 12, 13, 14, 16 അതിലും 4 ചാപ്റ്റർ ആണുള്ളത്. തേർഡിലും 4 ചാപ്റ്റർ ആണുള്ളത്. ഫോറിലോ 26, 27, 28, 29, 30, 31 6 ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കാം ഈ 4 മൊഡ്യൂളിലുള്ള 4 ചാപ്റ്ററിലെ മൊഡ്യൂളിന് എത്ര മാർക്കാണോ വന്നിട്ടുള്ളത് നോക്കാം. ഇപ്പൊ ഒരു 20 മാർക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ ആ 4 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് തന്നെ നമുക്ക് 20 മാർക്ക് കിട്ടും. എന്നാൽ ചിലപ്പോൾ ഈ അടുത്ത മൊഡ്യൂളിൽ ചിലപ്പോൾ ഈ 6 ചാപ്റ്റർ ഉള്ളതിനും ചിലപ്പോൾ 20 മാർക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാകാം. അപ്പൊ നമുക്ക് 6 ചാപ്റ്റർ പഠിച്ചാലേ 20 മാർക്ക് കിട്ടുള്ളൂ. ഇവിടെ 4 ചാപ്റ്റർ പഠിച്ചാൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് 20 മാർക്ക് കിട്ടും. അങ്ങനെ കൂടുതൽ മാർക്കുകൾ വരുന്ന കുറഞ്ഞ ചാപ്റ്റേഴ്സുകളുള്ള മൊഡ്യൂളുകൾ സെലക്ട് ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആയി പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിക്കാം. ചുരുങ്ങിയത് ഒരു 50 മാർക്കെങ്കിലും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നാലേ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പാസ് ഔട്ട് ആവുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്. ഇംഗ്ലീഷിന്റെ കേസിലോട്ട് ബേസിക് ഇംഗ്ലീഷ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ ബേസിക് ഇംഗ്ലീഷുകൾ കാണാൻ പറ്റും. അതിന്റെ തൊട്ടു താഴെ തന്നെ നമുക്ക് എക്സാമിന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് ലാംഗ്വേജ് അല്ലാത്ത എല്ലാ സബ്ജക്റ്റും ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. പക്ഷെ അതിന്റെ ആൻസറുകൾ നമുക്ക് മലയാളത്തിൽ എഴുതാം.
അപ്പൊ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് ഒരു ഐഡിയ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തതാണ് ഈ ബേസിക് ഇംഗ്ലീഷിൽ വീഡിയോ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ 2-3 ഐറ്റംസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവ്യൂകൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള ഈ വീഡിയോസുകൾ നമ്മുടെ ഇംഗ്ലീഷ് മെയിൻ എക്സാം മെയിൻ ചാപ്റ്റേഴ്സിന്റെ പുറത്ത് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റോറി എഴുതാനും അതുപോലെ തന്നെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനും തുടങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ പാരഗ്രാഫ് എഴുതാൻ, അപ്പോൾ 2 സെന്റൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ, ടെൻസിന്റെ കുറച്ച് ഏരിയകൾ, അപ്പൊ അതൊന്നും നമ്മുടെ ഇംഗ്ലീഷിന്റെ മെയിൻ ക്ലാസ്സിലില്ല. അതൊക്കെ ഈ ബേസിക് ഇംഗ്ലീഷിന് ഇവിടെ ഈ കാണുന്ന വീഡിയോസുകളാണ്. അപ്പൊ ഈ ബേസിക് ഇംഗ്ലീഷ് കാണുന്ന വീഡിയോസുകളിൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അതൊരു ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ആണെന്നുള്ള രൂപത്തിൽ തള്ളിക്കളയാതെ കൃത്യമായിട്ട് ഓരോന്നും നോട്ട് ബുക്കിൽ എഴുതി ഓരോ ചാപ്റ്റർ രൂപത്തിൽ തന്നെ കൃത്യമായിട്ട് ഓരോന്നിന്റെ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസറും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതി വെക്കണം. അത് അങ്ങനെ തന്നെ കൃത്യമായിട്ട് പഠിക്കണം. ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിന്റെ മെയിൻ ചാപ്റ്റേഴ്സ് മെയിൻ ക്ലാസ്സിലുള്ള ചാപ്റ്റേഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇംഗ്ലീഷ് ടൈം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സമയം അതിനു വേണ്ടി ടൈം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഏകദേശം നമ്മൾ പറയാറുള്ളത് ഒരു മാസത്തിൽ 4 ആഴ്ച വരും. 4 ആഴ്ചയിൽ ഒരു 4-5 ദിവസം ചുരുങ്ങിയത് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ 6 മാസം കൊണ്ട് നമ്മൾ ഈ പറയുന്ന ടൈം ഷെഡ്യൂളിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതോടുകൂടെ തന്നെ നമ്മുടെ ഈ 6 മാസം ആകുമ്പോഴേക്ക് കൃത്യമായിട്ട് എല്ലാതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നല്ല മാർക്ക് 100% മാർക്ക് തന്നെ വാങ്ങിയിട്ട് പാസ് ഔട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു കൃത്യമായ രീതിയിൽ പോവുകയാണെങ്കിൽ. നിങ്ങൾ അവസാനത്തേക്ക് വെച്ച് ഇരുന്ന് അവസാനത്ത് പഠിക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഒന്നാകെ ലോഡാവും. പിന്നെ അത് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വെരി ഡിഫിക്കൽട്ട് ആവും. നിങ്ങൾ സ്വന്തമായിട്ട് ആഴ്ചയിൽ ഏത് ദിവസങ്ങളാണോ നിങ്ങൾക്ക് ഒഴിവുള്ളത് അതനുസരിച്ച് ചിലപ്പോൾ 2-3 ദിവസം ഫുൾ ബിസിയുള്ള ആളുകൾ, ചിലപ്പോൾ ഒരു ആഴ്ച ഫുള്ള് ബിസിയുള്ള ആളുകൾ ഉണ്ടാവും. ചില ആളുകൾ ഒരു മാസം തിരിഞ്ഞു നോക്കാനേ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അങ്ങനത്തെ ആളുകളൊക്കെ ആ ഒരു ആഴ്ചയിൽ മാസത്തിലുള്ള ചാപ്റ്റേഴ്സ് അടുത്ത മാസത്തിന്റെ കൂടെ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് 2 മാസം പോയി അത് പഠിച്ച ആളുകൾക്ക് വലിയ നേട്ടം തന്നെയാണ്, കുറച്ചും കൂടി ടൈം കിട്ടി. ഈ ടൈം കിട്ടാത്ത ആളുകൾക്ക് ഇനി 4 മാസം ഉണ്ട്. എന്നാൽ 4 മാസം ഉള്ളൂ എന്നും പറയാം. ഈ 4 മാസം കൃത്യമായിട്ട് നിങ്ങൾ ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ +2 എന്നുള്ള നമ്മുടെ ഈ ആഗ്രഹം നല്ല മാർക്കോട് കൂടി 70-90% മാർക്ക് വാങ്ങിയിട്ട് തന്നെ പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ക്ലാസ് റൂമുകളെ കുറിച്ച് പറഞ്ഞു, ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ടൻസിന്റെ ക്ലാസ്സുകൾ ഇതിലുണ്ട്. അതിന്റെ ഇൻഡെക്സ് നോക്കുക. അതുപോലെ മൈ ക്യാമ്പസ് ആപ്പ് നിങ്ങൾ വാങ്ങിയിട്ട് സെക്കൻഡ് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. അത് വാങ്ങിയിട്ട് അതിലൂടെ വീഡിയോ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക. ആ മൈ ക്യാമ്പസ് ആപ്പിൽ നിങ്ങൾ നോക്കുമ്പോൾ അതിന്റെ വീഡിയോസിന്റെ ആ ഒരു ഏരിയ കാണാൻ പറ്റും. അതിന്റെ ലെഫ്റ്റും റൈറ്റും നോക്കിക്കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനൊക്കെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്തതായിട്ട് കാണാൻ പറ്റും. അതിന്റെ വീഡിയോ സഹിതം തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ കണ്ട് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം എക്സാമിന്റെ മുമ്പ്. അതോടുകൂടെ തന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതോടുകൂടെ തന്നെ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്തത് അർത്ഥസഹിതം ഓരോ ക്വസ്റ്റ്യൻസിന്റെ അർത്ഥസഹിതം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വരുമ്പം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്, എത്രത്തോളം എഴുതണം എന്നുള്ള ഐഡിയകളൊക്കെ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറയുന്നത്. ക്ലാസ് തുടങ്ങാത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആയി വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങാം. സെക്കൻഡ് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാത്ത അത് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് ഗൈഡ് ബുക്സും അതുപോലെ വീഡിയോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി 4 മാസം മാത്രമേ നമുക്കുള്ളൂ. ഈ ഒരു 4 മാസം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല മാർക്കോട് കൂടെ തന്നെ നിങ്ങൾക്ക് പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറയുന്നത്. ആർക്കെങ്കിലും ക്ലാസ് കിട്ടാത്തതോ ആപ്പ് ഓപ്പൺ ആവാത്തതോ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് അത് ക്ലിയർ വരുത്താം. എന്തെങ്കിലും ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് ഡൗട്ട് വരികയാണെങ്കിൽ ആ ഒരു ടൈമിൽ സ്ക്രീൻഷോട്ട് സഹിതം വോയിസ് ആയിട്ടോ ആ ഒരു പേജ് നമ്പർ ഗൈഡ് ബുക്സിന്റെ ഫോട്ടോ എടുത്തിട്ട് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസറുകൾ ഓൺലൈനിൽ വരുന്ന സമയം തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ നമ്മൾ തരും. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൗട്ടുകൾ ആർക്കെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. അതോടുകൂടെ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ.
പറഞ്ഞ കാര്യങ്ങളാക്കി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഡൗട്ടുകൾ ഇല്ലാത്ത ആളുകൾക്ക് ലെഫ്റ്റ് അടിച്ച് പോകാവുന്നതാണ്. ഡൗട്ടുകൾ ഉള്ളവർ ചോദിച്ചോളൂ, പ്രശ്നമില്ല, നോ പ്രോബ്ലം. ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. ഓൺലൈനായിട്ട് ക്ലിയർ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് കിട്ടും. ഒക്കെ പേഴ്സണൽ ആയിട്ടും കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആ, പറഞ്ഞോളൂ. അത് നിങ്ങൾ കൊമേഴ്സോ അല്ലെങ്കിൽ സയൻസ് എടുത്ത ആളാണോ? ആ ആ നമ്മൾ WA+2 എന്നുള്ള ആപ്പ് വഴി തന്നെയാണ് ക്ലാസ്സുകളൊക്കെ ഉള്ളത്. ഈ കൊമേഴ്സ് എടുത്തതും അതുപോലെ സയൻസ് എടുത്ത ആളുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ അക്കൗണ്ടൻസി, ഈ ക്ലാസ്സുകൾ നമ്മൾ വീഡിയോ ക്ലാസ്സുകളായിട്ട് തന്നെ വേണമല്ലോ. അക്കൗണ്ടൻസി ഒക്കെ വീഡിയോ ക്ലാസ് ആയിട്ട് തന്നെ വേണമല്ലോ. ആ ക്ലാസ് നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ക്ലാസ് ആയിട്ട് നമ്മുടെ മൈ ക്യാമ്പസ് ആപ്പ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു വീഡിയോ ക്ലാസ്സിന്റെ ആപ്പ് തന്നെ ഉണ്ട്. ആ ആപ്പ് വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്, അവര് മാത്രം എന്ത് ചെയ്യുക, ആ ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളത്. ബാക്കിയുള്ള ആളുകൾക്ക് വീഡിയോ വിത്ത് നോട്ട്സ്, ഓഡിയോ ക്ലാസ് ഉണ്ട്, വീഡിയോ ക്ലാസ് ഉണ്ട്, മറ്റു ക്ലാസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് ആപ്പിൽ, +2 ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ. അതെ അതെ, മൊഡ്യൂളിലുള്ള ചാപ്റ്റേഴ്സ് മതി. പക്ഷെ നമ്മുടെ ക്ലാസ് റൂം ഓപ്പൺ ആക്കുമ്പോൾ ഇൻഡെക്സ് കാണുന്നുണ്ടല്ലോ, ആ ഇൻഡെക്സിലുള്ള ഏതൊക്കെ നമ്പറും ഏതൊക്കെ പേരുകളാണോ ഉള്ളത്, ആ ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഗൈഡ് ബുക്കിലൊക്കെ ഫുൾ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല.